എന്താണെന്നും ലീഗിന്റെ ജീർണതകൾ എന്താണെന്നും അതിന് എത്രത്തോളം ഐഡിയോളജി ഉണ്ട് എന്നും എത്ര അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതും നന്നായി ബോധ്യമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഞങ്ങൾ പറയുന്നു, ലീഗ് ഒരു ഇങ്ങനെ കാണാൻ വലിയ സംഭവമാണ്, പക്ഷെ അതിന്റെ ഉള്ളിൽ നിറച്ചു പോലെ. ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കാവനൂര് പഞ്ചായത്ത് ലീഗിന്റെ സ്ഥിതി എന്താന്ന് ചോദിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് കളിച്ചിട്ട് ആണ്ടും ഇങ്ങോട്ടും പരസ്പരം പാരയും കുതിര കളിയിലാണ്. ഇന്ത്യയെ കുറിച്ച് RSSനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെ സ്ഥിതിയെ കുറിച്ച് എന്തെങ്കിലും RSSകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാനാ പറയുന്നത്. ബാബരി പള്ളി നിങ്ങൾ മറന്നാളി, നമ്മളെന്ന് പറഞ്ഞു മറക്കരുത് പറഞ്ഞു. ഓരോ ഡിസംബർ 6 മറക്കരുത്. നമ്മൾ ഇപ്പോഴും കാണാം, പോസ്റ്റർ കാണാം, ധർണ, സമരം, പ്രക്ഷോഭം SDPI ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റു ചില സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് പറഞ്ഞു മറന്നാളി, കോൺഗ്രസ് പറഞ്ഞു മറന്നീല്, ഞങ്ങൾ മറക്കരുതെന്നു. കാരണം ഒരു പള്ളിമ നിൽക്കുന്നതല്ല അത്, ഒരു പള്ളിമ നിൽക്കുന്നതല്ല അന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു വെറുതെ പറയാൻ, പ്രശ്നം ഉണ്ടാക്കാൻ പറയാൻ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പള്ളിമ നിന്നോ? മധുരയിലെ ഈദ്ഗാഹ് പള്ളി അവകാശവാദം ഉന്നയിച്ചു, കാശിയിലെ പള്ളിയിലേക്ക് അവകാശവാദം ഉന്നയിച്ചവർ വരുന്നു. ഇന്ത്യയിലെ 3000-ലധികം വരുന്ന പള്ളികൾ RSS നോട്ടമിട്ട് കഴിഞ്ഞു. അതിലും അവസാനിക്കുന്നതല്ല ഇന്ത്യ രാജ്യത്തിലെ RSSന്റെ സാംസ്കാരിക ചിഹ്നങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റം. താജ്മഹലും ഫത്തേപൂർ സിക്രിയും ചെങ്കോട്ടയും കുത്തുബ് മിനാറും ഈ രാജ്യത്തിലെ മുസ്ലിംകളുടെ സാംസ്കാരിക ചിഹ്നങ്ങളായി ഇന്ത്യയിൽ തലയുയർത്തി നിൽക്കുന്ന പൈതൃകങ്ങളാണ്. ആ പൈതൃകങ്ങളൊന്നും മുസ്ലിം രാജാക്കന്മാരോ മുഗള ചക്രവർത്തിമാരോ നിർമ്മിച്ചതല്ലെന്നും അതൊക്കെ രജപുത്ര രാജാക്കന്മാരാൽ ഹിന്ദു ചക്രവർത്തിമാരാൽ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.